മലപ്പുറം പോലീസ് മേധാവി എസ് ശശിധരനെതിരെ പരസ്യ പ്രതിഷേധവുമായി PV അൻവർ MLA. ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് സമരം. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, മുൻപൊരു പൊതുവേദിയിൽ വെച്ച് പരസ്യമായി അദ്ദേഹം ചില കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾക്കറിയാം. PV അൻവർ, ഇപ്പോൾ ഈ സമരം എന്തിനാണ്? അനുജ, നിലവിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിലാണ് നിലവിൽ PV അൻവർ MLA ഇപ്പോൾ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാന ബോർഡുകളെല്ലാം തന്നെ സ്ഥാപിച്ചിരിക്കുകയാണ്. പ്രധാനമായും മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും പോലീസിനെതിരെയുമുള്ള ആരോപണങ്ങളാണ് പ്രധാനമായും ഇതിലുള്ളത്. അതീവ രഹസ്യമായി പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി വിക്ഷേപണം ചെയ്ത ഈ മറുനാടൻ മലയാളി ചാനൽ ഉടമ സാജൻ സക്രിയിൽ നിന്നും 2 കോടി രൂപ ADGP MR അജിത് കുമാർ കൈക്കൂലി വാങ്ങിയെന്നും അതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണമെന്നുള്ളതുമാണ് ഇതിലെ ഈ PV അൻവർ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബോർഡിലെ ഒരു കാര്യം. മറ്റൊന്ന്, മലപ്പുറം SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു കടത്തിയത് കോടതിയുടെ നിരീക്ഷണത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും പരാതി കിട്ടിയിട്ടും നടപടിയെടുക്കാത്ത മലപ്പുറം SP-ക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ് മറ്റൊരു പോസ്റ്ററിൽ പറയുന്നത്. ഏതായാലും അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ PV അൻവർ ഇപ്പോൾ ഉയർത്തുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഏതായാലും അല്പസമയം മുന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെയും ഒപ്പം തന്നെ ADGP MR അജിത് കുമാർ ഇവർ രണ്ടുപേർക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് PV അൻവർ MLA നിലവിലൂടെ സമരം ഒരുക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അല്പസമയത്തിനകം തന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് കടക്കാൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെയും PV അൻവർ MLA ഇങ്ങോട്ടേക്ക്, അതായത് ക്യാമ്പ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തെ ഇവിടെ ഇന്നലെ പാറായിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തടയുകയായിരുന്നു. തങ്ങൾക്ക് പ്രവേശിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല എന്നുള്ളതായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. പിന്നാലെ PV അൻവർ MLA മടങ്ങിപ്പോവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ ക്യാമ്പ് ഓഫീസിന് തൊട്ട് മുൻപിലായി ഒരു ചെയറുമായി വന്ന് അദ്ദേഹം കുത്തിയിരിപ്പ് സമരം ആരംഭിച്ചിരിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുള്ളതാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതിൽ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്, ഒന്ന്, ലൈഫ് പദ്ധതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന SP-യുടെ അഹങ്കാരം അവസാനിപ്പിക്കുക, പാവങ്ങൾക്ക് നിർമ്മിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ലൈഫ് മിഷൻ പദ്ധതി കരുതിക്കൂട്ടി തടസ്സപ്പെടുത്തുന്ന ഒരു നിലപാടാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയോട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി വേണം. അതോടൊപ്പം തന്നെ ഈ പോലീസിന്റെ അതീവ രഹസ്യമായിരിക്കുന്ന ഈ വയർലെസ് സന്ദേശം മറുനാടൻ മലയാളി ചാനലിന് വേണ്ടി MR അജിത് കുമാർ ചോർത്തി നൽകി 2 കോടി രൂപ വാങ്ങിയാണ് ഇത്തരത്തിൽ ചോർത്തി നൽകിയത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടക്കുക എന്നുള്ളതാണ് ഈ പോസ്റ്ററിൽ പറയുന്നത്. ഏതായാലും വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഭരണകക്ഷിയുടെ MLA തന്നെ പോലീസിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇതിലേറെ ഗൗരവതരമായിട്ടുള്ള ഒരു കാര്യം. അനുജ, സമീർ, അതായത് അദ്ദേഹത്തിന്റെ പ്രതിഷേധം MR അജിത് കുമാറിനെതിരെയും ഒപ്പം തന്നെ S ശശിധരനുമെതിരെ 2 പേർക്കെതിരെയുള്ള പ്രതിഷേധമാണോ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും അനുജ, അങ്ങനെ തന്നെയാണ്. ഇതിൽ 2 കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, 2021 കാലയളവിലാണ് ഈ ക്യാമ്പ് ഹൗസിന്റെ പരിസരത്തു നിന്നും ഈ വിലപിടിപ്പുള്ള ഈ മഹാഗണി തേക്ക് ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ചു കടത്തിയത് എന്നുള്ളതാണ്. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട പരാതി പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. ഒപ്പം തന്നെ PV അൻവർ MLA മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരുന്നു. ഇതിൽ രണ്ടിലും കൃത്യമായ അന്വേഷണം നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് പോലീസ് മേധാവിക്കെതിരായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ADGP MR അജിത് കുമാറിനെതിരെയുള്ളതാണ് മറ്റൊരു കാര്യം. അതിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് മറുനാടൻ യൂട്യൂബ് ചാനലിന് പോലീസിന്റെ അതീവ രഹസ്യമായിട്ടുള്ള വയർലെസ് സന്ദേശം MR അജിത് കുമാർ ചോർത്തി നൽകി 2 കോടി രൂപ കൈക്കൂലിയായി വാങ്ങിയാണ് ഇത് ചോർത്തി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത് ജയിലിൽ അടക്കുക എന്നുള്ള ആവശ്യം കൂടി ഉന്നയിക്കുന്നു. അങ്ങനെ MR അജിത് കുമാറിനെതിരെ ഒരു പ്ലക്കാർഡുണ്ട്. ബാക്കിയെല്ലാം തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെയുമാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഇന്നലെ അദ്ദേഹം ഈ ക്യാമ്പ് ഓഫീസിലെത്തി ഈ വസതിയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പാറാവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരൻ അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ തടയുകയായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസം മുന്നെയാണ് PV അൻവർ മലപ്പുറം SP തമ്മിലുള്ള പോര് ആരംഭിക്കുന്നത് എന്നുള്ളതാണ്. ഈ മലപ്പുറം പോലീസ് അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിൽ വെച്ചായിരുന്നു PV അൻവർ MLA മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയെ പരസ്യമായി തന്നെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത്. അത് വലിയ വിവാദമാവുകയും പിന്നീട് IPS അസോസിയേഷൻ PV അൻവർ MLA മാപ്പ് പറയണമെന്നുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ആവശ്യമായി മുന്നോട്ട് വന്നിരുന്നു. ഇതെല്ലാം തന്നെ തള്ളിക്കൊണ്ട് അദ്ദേഹം വീണ്ടും മലപ്പുറം SP-ക്കെതിരെ രംഗത്ത് വരുന്നു. ഇപ്പോൾ പ്രത്യക്ഷ സമരവുമായി കുത്തിയിരിപ്പ് സമരം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. വളരെ രാഷ്ട്രീയമായി ഏറെ ഗൗരവതരമായിട്ടുള്ള കാര്യം, ഭരണകക്ഷിയിലെ ഒരു MLA തന്നെ പോലീസിനെതിരെ ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്കെതിരെ ഒപ്പം തന്നെ ADGP-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ ശക്തമായ രീതിയിലുള്ള ഒരു സമരം അല്പസമയം മുന്നെയാണ് ഇപ്പോൾ ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ക്യാമ്പ് ഓഫീസിന് മുന്നിൽ ആരംഭിച്ചിരിക്കുന്നത്. വസതിക്ക് മുന്നിലാണോ സമരം? കൃത്യമായി ഈ സമരം നടക്കുന്നത് എവിടെയാണ്? ഒരിക്കൽ കൂടി സമീർ.
അനുജ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഓഫീസിൽ നിന്നും ഏതാനും 1/2 കിലോമീറ്റർ മാത്രം അകലെ ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതി, അതായത് ക്യാമ്പ് ഹൗസിന് മുന്നിലാണ് നിലവിൽ ഈ സമരം നടക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ക്യാമ്പ് ഓഫീസ് എല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്യാമ്പ് ഓഫീസ് നിലവിൽ അടച്ചിട്ട നിലയിലാണ്. ഇന്നലെ അദ്ദേഹം ക്യാമ്പ് ഓഫീസിന്റെ ഈ ഭാഗത്തേക്ക് ഇന്നലെ PV അൻവർ MLA വന്നിരുന്നു. അപ്പോൾ ഇവിടെ പാറാവിലുണ്ടായിരുന്ന പോലീസുകാർ അദ്ദേഹത്തെ തടഞ്ഞു. അനുവാദമില്ലാതെ ഈ ക്യാമ്പ് ഓഫീസിലേക്ക് പ്രവേശിക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഈ ബോർഡ് അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ തടഞ്ഞിരുന്നത്. അത് വലിയ വാർത്തയാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് അന്ന് രാവിലെ അദ്ദേഹം വീണ്ടും ഇവിടെ എത്തുന്നു. വീണ്ടും ഇവിടെ എത്തി ഒരു സമരം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ആരും തന്നെ അത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ഇന്നലത്തോടു കൂടി അത് അവസാനിപ്പിച്ചു എന്നെല്ലാം തന്നെ കരുതിയതാണ്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി PV അൻവർ MLA രാവിലെ ചെയറും ഒപ്പം തന്നെ മറ്റുള്ള പ്ലക്കാർഡുകളുമായി രാവിലെ ഈ ക്യാമ്പ് ഓഫീസിന് മുമ്പിലേക്ക് വരുന്നു. ഇവിടെ ഒരു കുത്തിയിരിപ്പ് സമരം ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ളവർക്കെതിരെ മാത്രമാണ് ആരോപണങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് അത് കുറെ കൂടി മാറിയിരിക്കുന്നു. MR അജിത് കുമാറിന്റെ പേരടക്കം എഴുതിയ പ്ലക്കാർഡുമായി 2 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്ന് എഴുതിയ പ്ലക്കാർഡുമായാണ് അദ്ദേഹം സമരം ഇപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം പോലീസ് മേധാവി S. ശശിധരന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിലാണ് ഇപ്പോൾ ഭരണപക്ഷത്തെ തന്നെ MLA ആയ PV അൻവർ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിലേക്കുള്ളൊരു പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലൈഫ് പദ്ധതി അട്ടിമറിക്കുന്നു, ഒപ്പം വാർത്ത ചോർത്തി നൽകാൻ അതിൽ MR അജിത് കുമാറിനെതിരെയും അദ്ദേഹം പ്രതിഷേധിക്കുന്നു. SP ഓഫീസിലെ മരങ്ങൾ മുറിച്ചു മാറ്റിയതിൽ അന്വേഷണം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബോർഡ് വച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് PV അൻവർ നടത്തുന്നത്.